നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശീലമാണ് നല്ല ഉറക്കം. നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി ഞാൻ 5 വ്യത്യസ്തമായ ടിപ്സ് പറഞ്ഞ് തരാം. 5 പ്രധാന ടിപ്സിൽ ഏറ്റവും പ്രധാനമായ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അതൊരു കൺസെപ്റ്റാണ്. അതായത് ഇൻവെസ്റ്റ് ഇൻ അവർ ബെഡ്റൂം. ഒന്നാമത്തെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് റിതം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതായത് എല്ലാ ദിവസവും നമ്മൾ കൃത്യം ടൈമിൽ നമ്മൾ ഉറങ്ങാനും ഒരു കൃത്യം ടൈമിലും എഴുതേക്കാനും ശീലിക്കണം. മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ്. അതായത് നല്ല ഉറക്കത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നാലാമത്തെ ഒരു ടെക്നിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഡയറ്റ് ആണ്. നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന്റെ ഒരു 2 തൊട്ട് 3 മണിക്കൂർ മുമ്പ് വേണം നമ്മൾ ഡിന്നർ കഴിക്കാൻ. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്നൊന്നും വരത്തില്ല. കാരണം നമുക്ക് എപ്പോഴും ഉറക്കത്തിന് നമ്മുടെ എല്ലാ ഓർഗൻസിനും ഒരു റെസ്റ്റ് ഫേസിലേക്ക് പോകണം. അപ്പം നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങിയാൽ നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം, നമ്മുടെ ആമാശയൊന്നും റെസ്റ്റ് ഫേസിലേക്ക് പോകത്തില്ല. കാരണം ഭയങ്കര ആയിരിക്കും. കാരണം ഫുഡ് ലോഡ് കാരണം. അതുകൊണ്ട് ഒരുപാട് ബ്ലോട്ടിങ് വരാം, ഗ്യാസ് പോലെ ഫോർമേഷൻ വരാം. അറ്റ് ദ സെയിം ടൈം ഡൈജഷൻ പ്രോസസ് കാരണം നമ്മൾ ഒരിക്കലും ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിന്റെ ഒരു 2 തൊട്ട് 3 മണിക്കൂർ മുമ്പ് വരെ ഒരു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് ഒരു സെമി എംപ്റ്റി സ്റ്റൊമക്കിൽ ഉറങ്ങാൻ പോകുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം ഒരു റെസ്റ്റ് ഫേസിലേക്ക് പോയി നമുക്ക് നല്ല ഉറക്കം ലഭിക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഡേ ടൈമിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനും ഉറക്കത്തിന്റെ മുമ്പ് ഒരു ലൈറ്റ് ഡിന്നർ കഴിച്ച് ശീലിക്കുക. ചിലർ എപ്പോഴും പറയുന്നതാണ് 6 മണിക്ക് ശേഷം ഒന്നും കഴിക്കൽ എന്നുള്ളത്. അത് ബേസിക്കലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ശീലമാണ്. ഒരു 6 മണിക്ക് ഒരു ഡിന്നർ കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു ചെറിയ ഫ്രൂട്ട്സ് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 9 മണി ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ എക്സസ് ഫുഡ് കാരണം ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓവറായിട്ട് ഒരുപാട് വെള്ളം കുടിക്കില്ല. അത് നമുക്ക് ബ്ലാഡർ നിറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഉറക്കത്തിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ല ശീലമാണ്. ഫുൾ നൈറ്റ് നമുക്കൊരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഫുഡ് ടൈമിങ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യണം നല്ല ഉറക്കത്തിന് വേണ്ടി.